2 പത്രോസ് 3:10 മുതൽ 13 വരെ വായിച്ചാൽ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നാം അവന്റെ വാഗ്ദത്ത പ്രകാരം എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? പുതിയ ആകാശനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ, പ്രിയമുള്ളവരെ, 102 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുവല്ലോ. 102 സങ്കീർത്തനം അതിന്റെ 25-26, Psalm 102:25-26. പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. ഇവിടെ നാം വായിക്കുന്നു, പൂർവ്വകാലത്ത് നീ അടിസ്ഥാനം, ഈ ഭൂമിയെ ആകാശത്തെ പഴയ വസ്ത്രം പോലെ ദൈവം കീറിക്കളയുവാൻ പോകുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ പേപ്പർ വായിക്കുന്നവർക്കും അതുപോലെ ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് റേഡിയോയിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് ഓർക്കുമല്ലോ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ തുടരെ ലോക രാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഭൂമി കുറച്ചുകൂടെ, ഈ ഭൂമി ഒന്നുകൂടെ നീണ്ടു നിൽക്കാനിടയായെങ്കിൽ. അനേകരും പറയുന്നത് ഇനി 3 വർഷം കൂടെ കഴിഞ്ഞാൽ ഈ ഭൂമി നിൽക്കുമോ എന്നുള്ളത് അവർക്ക് സംശയമായിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഏകദേശം 2000-ലധികം വർഷങ്ങൾക്ക് മുൻപേ കർത്താവിൻ്റെ ദാസൻ പത്രോസ് എഴുതി ഈ ഭൂമി നശിപ്പിക്കുവാൻ പോവുകയാണ്. അതുകൂടാതെ അതിനും അനേകായിരം വർഷങ്ങൾക്ക് മുൻപ് സങ്കീർത്തനക്കാരൻ എഴുതി പഴയ വസ്ത്രം പോലെ ഇതിനെ കീറിക്കളയാൻ പോവുകയാണ്. നാം എല്ലാവരും അറിയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിലായ മണ്ണിലുള്ള ഒന്നിനെക്കുറിച്ചും ആകാതെ പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. പുതിയ ഭൂമിക്ക് വേണ്ടി നമ്മുടെ പ്രത്യാശ. കൊലോസ്യ ലേഖനം 3:1-2 വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 3:1-2. കൊലോസ്യർ 3:1, കൊലോസ്യൻസ് 3:1-2. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. പ്രിയമുള്ളവരെ, ഇന്ന് എനിക്ക് അല്പം ഭാരമായി തീർന്നിരിക്കുന്ന ദൈവസഭകളിൽ അനേകരും ഭൗതികമായ കാര്യങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥന. ഉപവാസ പ്രാർത്ഥന തന്നെ ജോലിക്ക് വേണ്ടി, അതുപോലെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവദാസന്മാരും ഇങ്ങനെ പ്രാർത്ഥിച്ച് ആത്മാക്കളെ സഭയിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഭയിൽ ആളുകളെ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിശുദ്ധന്മാരുടെ സംഖ്യ കുറയുകയും ഭൗതിക ആഗ്രഹങ്ങളാകുന്ന കളകളാൽ സഭ നിറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. കളയും നല്ല വിത്തും കൂടെ കിടന്നുള്ള ഒരു പോക്കാണ് ഇപ്പോഴുള്ളത്, ഭൗതിക ആഗ്രഹങ്ങൾ. എന്നാൽ യഥാർത്ഥമായ ദൈവമക്കൾക്ക് എന്താണുള്ളത്? കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പുതിയ